ഇപ്പോൾ തവനൂർ സബ് ജയിലിലേക്ക് പോലീസ് അദ്ദേഹത്തെ എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? നിലവിൽ PV അൻവർ MLA തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ആ നിലമ്പൂരിൽ നിന്ന് ഏതാണ്ട് 2 മണിക്കൂറധികം ദൂരം ഈ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് ഉണ്ട് എന്നതാണ് പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. നിലവിൽ മഞ്ചേരിയോട് അടുത്ത് എത്തിയിരിക്കുകയാണ് PV അൻവറിനെ വഹിച്ചുള്ള വാഹന വ്യൂഹം. ഇനി ഏതാണ്ട് 1.5 മണിക്കൂർ ദൂരമാണ് നിലവിൽ തവനൂർ സെൻട്രൽ ജയിലിലേക്കുള്ളത്. ഇവിടെയായിരിക്കും PV അൻവറിനെ താമസിപ്പിക്കുക എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. ഏതായാലും PV അൻവറിനെ തവനൂരിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് നിലവിൽ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ ജാമ്യവുമായി ബന്ധപ്പെട്ട നടപടിയിലേക്ക് കടക്കുമെന്നുള്ളതാണ് അൻവറുമായി ബന്ധപ്പെട്ടവർ നമ്മളുമായി വ്യക്തമാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും അടുത്ത ദിവസങ്ങളിൽ ജാമ്യം ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഏതാണ്ട് 3 മണിക്കൂറോളം മുൻപാണ് PV അൻവറിനെ നിലമ്പൂരിലെ ഒതായിലെ വീട്ടിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പോലീസ് വീട് വളഞ്ഞുകൊണ്ട് ഇവറിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയായിരുന്നു. ഈ DFO ഓഫീസിലെ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് അൻവറിനെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. നിലവിൽ ഈ ഗൂഢാലോചന, അതോടൊപ്പം തന്നെ ഈ പൊതുമുതൽ നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് PV അൻവറിനെതിരെ ചുമത്തിയത്. അൻവറിന് പുറമെ മറ്റ് 4 DMK പ്രവർത്തകരും സമാനമായ രീതിയിൽ നിലവിൽ റിമാൻഡിലായിരിക്കുകയാണ്. അവരെ ഉച്ചയ്ക്ക് തന്നെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് രാത്രിയിൽ PV അൻവറിനെ കൂടി പ്രതി ചേർത്ത് ആകെ 11 പേർക്കെതിരെ കേസെടുക്കുകയും അതിൽ ഒന്നാം പ്രതിയായ PV അൻവറിനെ നിലവിൽ അറസ്റ്റ് ചെയ്ത് നിലവിൽ റിമാൻഡ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് ഈ ആദിവാസി യുവാവായിരിക്കുന്ന മണി എന്ന് പറയുന്ന 33-കാരൻ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. വനത്തിലൂടെ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് അപ്രതീക്ഷിതമായി ആനയ്ക്ക് മുൻപിലേക്ക് പെടുകയും പിന്നീട് ആന ഇദ്ദേഹത്തിന്റെ തലയ്ക്ക് തുമ്പിക്കൈ കൊണ്ട് അടിക്കുകയും ചെയ്തത്. അങ്ങനെ തെറിച്ചു വീഴുകയാണ് ഉണ്ടായത്. പിന്നാലെ കൂടെ ഉണ്ടായിരുന്നവരും മറ്റുള്ളവരും ചേർന്ന് കാടിലൂടെ ചുമന്നുകൊണ്ടാണ് അദ്ദേഹത്തെ വാഹനമെത്തുന്ന ഭാഗത്തേക്ക് എത്തിച്ചത്. പിന്നീട് ആംബുലൻസിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നതാണ് ഏറെ ഖേദകരമായിട്ടുള്ള ഒരു കാര്യം. അതിന് പിന്നാലെയാണ് PV അൻവറും മറ്റുള്ളവരും ഒക്കെ തന്നെ പ്രതിഷേധവുമായി DFO ഓഫീസിലേക്ക് എത്തുകയും അത് ഇത്തരമൊരു വലിയ സംഭവവികാസങ്ങളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ പോയിരിക്കുന്നത്. PV അൻവർ ഈ വനഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ജാഥ നടത്തുന്നതിന്റെ സമാപന ദിവസം കൂടിയാണ് ഈ ഒരു അറസ്റ്റ് എന്നതും ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നിലവിൽ അൻവറിനെ ഇവിടെ നിന്നും നിലവിൽ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. വലിയ പോലീസ് സന്നാഹത്തോട് കൂടിയായിരുന്നു ഈ പോലീസിന്റെ അറസ്റ്റ് നടപടികളും തുടർന്നുള്ള നീക്കങ്ങളും എല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ആദ്യം അൻവറിനെ വീട്ടിലെത്തി 50-ലധികം വരുന്ന പോലീസ് സേന വീട് വളയുകയും അൻവറിനെ വേഗത്തിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത്. പിന്നാലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. അതിന് പിന്നാലെ മജിസ്ട്രേറ്റ് മുമ്പിൽ ഹാജരാക്കുന്നു. അങ്ങനെ അതിവേഗം നടപടിയിലേക്ക് ഈ അന്വേഷണ സംഘം, പോലീസ് സംഘം കടക്കുന്നു എന്നതായിരുന്നു ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. തീർത്തും സംയമനത്തോടു കൂടിയും മാധ്യമങ്ങളോട് PV അൻവർ സംസാരിക്കാനുള്ള അവസരമൊക്കെ തന്നെ നൽകിക്കൊണ്ടുമായിരുന്നു വളരെ മാന്യമായ രീതിയിലായിരുന്നു പോലീസിന്റെയും ഇടപെടൽ. സമാനമായ രീതിയിൽ PV അൻവറിന്റെ DMK പ്രവർത്തകരും വലിയ പ്രതിഷേധത്തിനോ മറ്റുള്ള പ്രശ്നങ്ങൾക്കോ മുതിർന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ പോലീസിനും സംഘർഷഭരിതമില്ലാതെ കാര്യങ്ങൾ അതിവേഗം നടപടിയാക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഏതായാലും റിമാൻഡിലായ അൻവറിനെ നിലവിൽ പോലീസ് വാഹനത്തിൽ തവനൂർ സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. PV അൻവർ MLA വഹിച്ചുകൊണ്ടുള്ള പോലീസ് വാഹനം അതിപ്പോൾ തവനൂരിലേക്കുള്ള യാത്രയിലാണ്. തവനൂരിലെ ജയിലിൽ അദ്ദേഹത്തെ എത്തിക്കും. 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. നിലമ്പൂർ DFO ഓഫീസിലുണ്ടായ സംഭവവികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് PV അൻവർ MLA പോലീസ് അറസ്റ്റ് ചെയ്തത്. 12 പേർ ഈ ആക്രമണ കേസിൽ പ്രതികളാണ്. അതിൽ ഒന്നാം പ്രതി PV അൻവർ MLA ആണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിന് മുൻപിൽ എത്തിച്ച് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. അറസ്റ്റിനെതിരെ അദ്ദേഹം വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾ നടത്തുന്നുണ്ട്. പിന്നിൽ മുഖ്യമന്ത്രിയാണ് പോലീസ് നീക്കത്തിന് പിന്നിലെന്ന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. P ശശി, മുഖ്യമന്ത്രിയൊപ്പം MR അജിത് കുമാർ ഇവരുടെ നീക്കമാണ് തൻ്റെ അറസ്റ്റിലേക്ക് എത്തിച്ചതെന്ന് അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. ഇന്ന് ജാമ്യാപേക്ഷ കൊടുക്കില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പൊതുമുതൽ നശിപ്പിച്ച വകുപ്പുകളടക്കം ചുമത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് എതിരെ. നാളെ കോടതിയെ സമീപിക്കാനാണ് PV അൻവർ MLA ഒരുങ്ങുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിനെ കനത്ത സുരക്ഷയിൽ നിലമ്പൂരിൽ നിന്ന് തവനൂരിലേക്ക് എത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. 14 ദിവസത്തേക്കാണ് മജിസ്ട്രേറ്റ് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്.
നിലമ്പൂർ DFO ഓഫീസിൽ ഉണ്ടായ ആക്രമണ സംഭവങ്ങളുമായി ബന്ധപ്പെട്ടാണ് PV അൻവർ MLA-ക്കെതിരായ പോലീസിന്റെ നടപടി. അദ്ദേഹത്തെ മജിസ്ട്രേറ്റ് ഇപ്പോൾ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. നാളെ മാത്രമേ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുകയുള്ളൂ. അദ്ദേഹത്തിന് ഇന്ന് ജയിലിൽ കഴിയേണ്ടി വരും. അദ്ദേഹവുമായുള്ള വാഹനം ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് തവനൂരിലേക്കുള്ള യാത്രയിലാണ്. വലിയ പോലീസ് സന്നാഹത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തിച്ചാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയായിരുന്നു പോലീസിൻ്റെ നടപടി. പക്ഷേ അവിടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായില്ല. PV അൻവർ MLA അറസ്റ്റിന് വഴങ്ങുകയായിരുന്നു. പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളുണ്ടായി, ചെറിയ തോതിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് PV അൻവർ അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിനെ വൈദ്യപരിശോധനയ്ക്കായി നിലമ്പൂരിലെ ആശുപത്രിയിൽ എത്തിച്ചു. വൈദ്യ പരിശോധനയ്ക്ക് ശേഷമാണ് അദ്ദേഹത്തെ മജിസ്ട്രേറ്റിന് മുൻപിൽ ഹാജരാക്കിയത്. മജിസ്ട്രേറ്റാണ് അദ്ദേഹത്തെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. 14 ദിവസത്തേക്ക് അദ്ദേഹത്തെ റിമാൻഡ് ചെയ്തിരിക്കുന്നു. അദ്ദേഹവുമായുള്ള വാഹനം ഇപ്പോൾ തവനൂർ ജയിലിലേക്കുള്ള യാത്രയിലാണ്. അറസ്റ്റുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രതികരണങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് ക്യാമ്പ് ഒന്നടങ്കം ഈ അറസ്റ്റിനെ അപലപിക്കുന്നുണ്ട്. വീട്ടിൽ കയറിയുള്ള ഈ അറസ്റ്റ് തെറ്റാണ് എന്നാണ് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇതിനെ രാഷ്ട്രീയ നീക്കമായി അദ്ദേഹം കാണുന്നു. ആ നിലയ്ക്കുള്ള വിമർശനം സർക്കാരിനെതിരെ ഉയർത്തുകയും ചെയ്തിരുന്നു രമേശ് ചെന്നിത്തല. മുൻ ആഭ്യന്തരമന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും സമാന സ്വഭാവത്തിലുള്ള പ്രതിഷേധമാണ് ഉയർത്തിയത്. പോലീസിൻ്റെ നടപടി, ആ നടപടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുള്ള നടപടി എന്നുള്ള വിമർശനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. യൂത്ത് ലീഗ് അടക്കം പോലീസ് നടപടിയെ എതിർക്കുന്നുണ്ട്, PV അൻവറെ പിന്തുണയ്ക്കുന്നുണ്ട്. അങ്ങനെ UDF ക്യാമ്പിൽ നിന്ന് PV അൻവറിന് പിന്തുണ ഏറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ അത് ഏതെങ്കിലും രാഷ്ട്രീയ സൂചനകളാണോ? UDF ക്യാമ്പിലേക്ക് PV അൻവറെ എത്തിക്കുമോ ഈ സംഭവ വികാസങ്ങൾ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. ഏതായാലും മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഉള്ള നീക്കങ്ങളുടെ ഭാഗമായി അദ്ദേഹം LDF ക്യാമ്പിൽ നിന്ന് പുറത്തേക്ക് പോകുന്നുണ്ട്. അദ്ദേഹം ഇപ്പോൾ LDFൻ്റെ MLA അല്ല, LDF സ്വതന്ത്രനായി CPM സ്വതന്ത്രനായി അദ്ദേഹം ജയിച്ചു കയറിയതാണ് നിലമ്പൂരിൽ നിന്ന്. പക്ഷേ അതിനുശേഷമുള്ള സംഭവ വികാസങ്ങളാണ് അദ്ദേഹത്തെ LDF ക്യാമ്പിന് പുറത്തേക്ക് എത്തിച്ചത്. PV അൻവറെ അദ്ദേഹം ഇപ്പോൾ നിലമ്പൂരിൽ നിന്നുള്ള അംഗം ആണ്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ചേരിയിലേക്ക് ചേക്കാറുള്ള ശ്രമങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പല പാർട്ടികൾ വഴി ചേക്കാറുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. അദ്ദേഹം ഡൽഹിയിലെത്തിയ കാലത്ത് ചർച്ചകൾ നടത്തിയതൊക്കെയാണ്. പക്ഷേ രാഷ്ട്രീയ നീക്കങ്ങളൊന്നും ഫലം കണ്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ചേരിയുടെ ഭാഗമായി നിന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളാണോ എന്നുള്ള രീതിയിലൊക്കെയുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ UDF ക്യാമ്പ് PV അൻവറെ പിന്തുണയ്ക്കുന്നു. ഈ സംഭവ വികാസങ്ങൾ അദ്ദേഹത്തെ UDF ക്യാമ്പിലേക്ക് എത്തിക്കുമെന്നുള്ളത് കണ്ടറിയുകയും ചെയ്യാം. ഏതായാലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു നിലമ്പൂർ DFO ഓഫീസിൽ. ആദിവാസി യുവാവിനെ കാട്ടാന ആക്രമിച്ചു കൊന്നതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ആ പ്രതിഷേധ പരിപാടിക്കിടെയാണ് DFO ഓഫീസിൻ്റെ പൂട്ടടക്കം തകർത്തത്. DFO ഓഫീസ് ആക്രമണ കേസിലാണ് PV അൻവർ MLA പോലീസ് പ്രതി ചേർത്തതും ഒന്നാം പ്രതിയാക്കിയതും. അദ്ദേഹത്തെ ഇപ്പോൾ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നതും. ഇടവേളയ്ക്ക് ശേഷം